So the next topic we have to study is IEEE standards for LANs. നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻസിനെ കുറിച്ചും പഠിച്ചപ്പോൾ IEEE എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബോഡിയെ കുറിച്ച് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്നാണ് IEEEയുടെ ഫുൾ ഫോം. ഈ IEEE എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള പല സ്റ്റാൻഡേർഡ്സും പുട്ട് ഫോർവേഡ് ചെയ്യും. കൂടുതലും എങ്ങനെ ഒരു വയർലെസ് ലാൻ സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ ഒരു ടോക്കൺ റിംഗ് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ ഒരു FDDI ലാൻ സെറ്റപ്പ് ചെയ്യാം, അങ്ങനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ പല ഡിസിപ്ലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പുട്ട് ഫോർവേഡ് ചെയ്യും. അങ്ങനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിന് വേണ്ടി IEEE പുട്ട് ഫോർവേഡ് ചെയ്ത സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. The first standard which we have to discuss is IEEE 802.3. ഈ IEEE 802.3യെ മറ്റൊരു നാമത്തിലൂടെ അറിയപ്പെടും, വളരെ പോപ്പുലറായി ഈതർനെറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈതർനെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ വയേർഡ് ലാൻ. ഒരു വയേർഡ് ലാൻ ആണ് ഈതർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ നെറ്റ്വർക്ക് ബുക്സ് വായിക്കുമ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻ ഈതർനെറ്റ് എന്ന് വായിച്ചാൽ എൻ്റെ അർത്ഥം ഒരു വയേർഡ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി ഈ ഈതർനെറ്റ് അഥവാ IEEE 802 സ്റ്റാൻഡേർഡിലുള്ള ഒരു നെറ്റ്വർക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ബുക്കിനകത്ത് വിവരിക്കും. അത് ബേസ് ചെയ്തിട്ട് വേണം ഈ ഈതർനെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് നമ്മൾ നോക്കുമ്പോൾ ചില കോമൺ ഇംപ്ലിമെൻറ്റേഷൻസ് നമുക്ക് കാണാം. അതായത് 802.3 പല വെറൈറ്റി ഈതർനെറ്റ് നമുക്ക് കാണാം. ഇതെല്ലാം 802.3 സ്റ്റാൻഡേർഡിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിലും ചില ഫണ്ടമെൻ്റൽ ഡിഫറൻസസ് ഉണ്ട്. അത് മിക്കവാറും അതിൽ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ വലിപ്പം, ആ കേബിള് ടൈപ്പ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വയേർഡ് ലാനിൽ വ്യത്യാസം വരുന്നത് 802.3. അപ്പോൾ സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ആർ 10/5 ഈതർനെറ്റ്, 10/2 ഈതർനെറ്റ്, 10/T ഈതർനെറ്റ്, 10/F ഈതർനെറ്റ്. 4 വെറൈറ്റീസ് ആണ് പോപ്പുലർ ആയിട്ടുള്ളത്. 10/5 എന്ന് പറയുന്ന ഈതർനെറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വയർ എന്ന് പറയുന്നത് തിക്ക് കൊയാക്സൽ കേബിൾ ആയിരിക്കും. നമ്മൾ കൊയാക്സൽ കേബിൾ പഠിച്ചു, അത് തിന്നും തിക്കും ഉണ്ട്. കുറച്ചുകൂടി ഡയമീറ്റർ കൂടിയതാണ് തിക്ക് കൊയാക്സൽ കേബിൾ. ആ തിക്ക് കൊയാക്സൽ കേബിളിൽ ബസ് ടോപ്പോളജി ഉപയോഗിച്ച് ഇൻസ്റ്റോൾ ചെയ്യപ്പെടുന്ന ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് 10/5 ഈതർനെറ്റ് എന്ന് പറയുന്നത്. 10/2 ആണെങ്കിൽ ബസ് തന്നെ, പക്ഷെ തിൻ കൊയാക്സൽ കേബിൾ ആയിരിക്കും. 10/T ആണെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ഒരു ലാനാണ്, പക്ഷേ അത് UTP കേബിൾസ് ഉപയോഗിച്ചാണ് സ്റ്റാർ ടോപ്പോളജിയിൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 10/T സ്റ്റാർ UTP ഒക്കെയാണ് നമ്മളുടെ ലാബിലും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി 10/F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ടോപ്പോളജിയിലുള്ള ഒരു ഫൈബർ കേബിൾസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇനി എന്താണ് ഈ 10, എന്താണ് ഈ 5, അല്ലെങ്കിൽ എന്താണ് 10/2, എന്താണ് 10T, എന്താണ് 10F, എന്താണ്? ഈ 4 വെറൈറ്റിയിലും ഈ 2 സംഖ്യകൾ ആ പേരിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. 10 Mbps ഡാറ്റയാണ് സെൻഡിങ് സ്റ്റേഷന് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഈതർനെറ്റിനകത്ത്. അതുപോലെ 10 Mbps സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ അതേ വേഗത്തിൽ അത് റിസീവ് ചെയ്യും റിസീവറിൽ. ഇനി മാഞ്ചസ്റ്റർ എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻകോഡിംഗ് സ്കീമാണ്. എൻകോഡിംഗ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡാറ്റയെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്ന ഫിസിക്കൽ ലെയർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ എൻകോഡിംഗ് സ്കീം, അല്ലെങ്കിൽ ഡാറ്റ ഇൻകോർപ്പറേറ്റിംഗ് സ്കീം എന്ന് പറയും. ഡാറ്റ 0ക്ക് വേണ്ടി ഒരു സിഗ്നൽ പൾസ്, 1ന് വേണ്ടി ഒരു സിഗ്നൽ പൾസ്, അങ്ങനെ നിരന്തരം വരുന്ന 0 0 1 1 1 എന്ന് പറയുന്നതിനെ സിഗ്നൽ പൾസ് ആക്കി മാറ്റുക, അഥവാ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അത് മാഞ്ചസ്റ്റർ എൻകോഡിംഗ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു എൻകോഡിംഗ് സ്കീമുണ്ട്. അത് ഉപയോഗിച്ചാണ് സാധാരണ രീതിയിൽ സ്റ്റാൻഡേർഡ് ഈതർനെറ്റിൽ ഡാറ്റ അയക്കുന്നത്. അത് ട്വിസ്റ്റഡ് പെയറിലോട്ടോ ഫൈബറിലോ ആയിട്ടായിരിക്കും ഡാറ്റ അയക്കാറുള്ളത്.
റിസീവർ മാഞ്ചസ്റ്റർ ഡീകോഡർ ഉപയോഗിച്ച് അത് തിരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്ത് 1 0 ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 10 ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ എടുക്കുന്ന ഉടനെ ഈ ഡയഗ്രം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 10 10 എന്ന് പറയുന്നത് 10 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ 10 ഈതർനെറ്റ് എന്ന് പറഞ്ഞാൽ 10 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡിൽ ഡാറ്റ അയക്കാനും റിസീവ് ചെയ്യാനും കഴിവുള്ളത്. ഇനി ഡിജിറ്റലിനകത്ത് ബേസ് ബാൻഡ് എന്നൊരു വെറൈറ്റി ഉണ്ട്. ആ ബേസ് ബാൻഡ് ഡിജിറ്റൽ സിഗ്നലാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. അത് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ബാൻഡ് ഡിജിറ്റൽ സിഗ്നൽ ഉപയോഗിച്ചാണ് ഇവിടെ ഡാറ്റ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി 500 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം കൊയാക്സൽ കേബിളിൻ്റെ കൊയാക്സൽ കേബിളിൻ്റെ മാക്സിമം സെഗ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 500 മീറ്റർ ആയിരിക്കണം. 500 മീറ്ററിൽ വേണം മറ്റുള്ള സ്റ്റേഷൻസ് കണക്ട് ചെയ്യപ്പെടാൻ. ഈ ഡയഗ്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലത്ത് ഭാഗത്ത് കേബിൾ എൻഡ് എന്ന റോസ് കളറിൽ 2 റെക്റ്റാങ്കിൾ സ്മോൾ റെക്റ്റാങ്കിൾസ് കാണാം. ഈ 2 എൻഡ് എന്ന് പറയുന്നത് ഈ കൊയാക്സൽ കേബിളിൻ്റെ 2 എൻഡിനെ എൻഡ് ചെയ്യുന്ന ടെർമിനേറ്റിംഗ് എൻഡ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്നത് കാണാം. കണ്ടില്ലേ, കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ബസ് ടോപ്പോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടർ 1, കമ്പ്യൂട്ടർ 2 ട്രാൻസീവർ എന്ന് പറഞ്ഞ ഒരു ബ്ലാക്കിലെ ഡിവൈസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് കേബിളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ട്രാൻസീവർ കേബിളിന് മാക്സിമം 50 മീറ്റർ. ട്രാൻസീവർ കേബിൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് കേബിളിലേക്ക് എത്തുന്ന ആ കേബിളിനെയാണ് ട്രാൻസീവർ കേബിൾ എന്ന് പറയുന്നത്. അതിന് മാക്സിമം 50 മീറ്റർ ആകാം. ഇങ്ങനെ സ്റ്റേഷൻസ് കണക്ട് ചെയ്ത് കേബിൾ എൻഡ് വരെ ചെല്ലാൻ ഒക്കും. ഓക്കെ, ഇതിനെയാണ് 10 എന്ന് പറയുന്നത്. ഈ 5 എന്ന് സൂചിപ്പിക്കുന്ന 500നെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. 500 മീറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് 10 എന്ന് പറയുന്നത്. ഇനി 10 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 10 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ബേസ് ബാൻഡ് ഡിജിറ്റൽ സിഗ്നലാണ് ഉപയോഗിക്കുന്നത്. 185 അപ്രോക്സിമേറ്റ്ലി 200 മീറ്റർ വരുന്ന സെഗ്മെന്റ് ലെങ്ത് മാത്രമേ ഉപയോഗിക്കൂ. കേബിൾ എൻഡ് 2 സൈഡിലും ഉള്ളത് ഈ ഡയഗ്രത്തിൽ കാണാം. അതിൻ്റെ ഇടയിലാണ് കമ്പ്യൂട്ടറുകൾ മറ്റ് നെറ്റ്വർക്ക് ട്രാൻസ്മിറ്റിംഗ് ഡിവൈസസും കണക്ട് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കാണിക്കാം, അതുപോലെ ഫയൽ സെർവറിനെ കാണിക്കാം. തിൻ കൊയാക്സൽ കേബിളാണ് ഉപയോഗിക്കുന്നത്. മാക്സിമം സെഗ്മെന്റ് ലെങ്ത് 185 മീറ്റർ. അതാണ് ഏകദേശം 200 എന്നെടുത്ത് 10 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 10 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡിൽ ഡാറ്റ അയക്കാൻ കഴിവുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. ബേസ് ബാൻഡ് ഡിജിറ്റൽ സിഗ്നൽ തന്നെയാണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾ, അതാണ് ക്യാപിറ്റൽ T കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. 10 T എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സ്റ്റാർ ടോപ്പോളജിയിലായിരിക്കും ഒരു ഹബ്ബ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. സ്റ്റേഷൻസ് എല്ലാം കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. 2 pairs ഓഫ് UTP കേബിൾസ് അടങ്ങുന്ന ഒരു കേബിളായിരിക്കും ഒരു പോർട്ട് വഴി ഈ 10 ഹബിനകത്ത് കണക്ട് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് 10 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡിൽ. ഇനി 10 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ 10 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ബേസ് ബാൻഡ് ഡിജിറ്റൽ വേയിലുള്ള സിഗ്നൽസ് ആണ് അയക്കുന്നത്. ഓക്കെ, അവിടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് ലൈറ്റ് പൾസസിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫൈബറിൽ കൂടെ പോകുന്നത്. അതാണ് ബേസ് ബാൻഡ് ഡിജിറ്റൽ ഇൻ ലൈറ്റ് ഫോം. ഓക്കെ, ഫൈബർ ഉപയോഗിക്കുന്നു. ഈ കാണിച്ചിരിക്കുന്ന സ്റ്റേഷൻസ് ഇതുപോലെ 2 ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഉപയോഗിച്ച് ഒരു 10 ഹബിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഈതർനെറ്റിൻ്റെ 4ാമത്തെ വെറൈറ്റി. ഇനി നമ്മൾ സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ മീഡിയ, മാക്സിമം ലെങ്ത്, ലൈൻ എൻകോഡിംഗ് എല്ലാം മാഞ്ചസ്റ്റർ എൻകോഡിംഗ് എന്ന് പറയുന്ന സ്കീം ഉപയോഗിച്ചാണ് ഡിജിറ്റൽ ഡാറ്റ 0s and 1s സിഗ്നലാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ മാക്സിമം ലെങ്ത് നമ്മൾ പറഞ്ഞ 500, 185, 100, 2000 മീറ്റർ ഒക്കെ 10 അതുപോലെ തന്നെ തിക്ക് കൊയാക്സൽ കേബിൾ 10 തിൻ കൊയാക്സൽ കേബിൾ 10 2 UTP കേബിൾസ് ഉപയോഗിച്ചാണ് കണക്ഷൻസ് മീഡിയ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ 10 2 ഫൈബർ ഒപ്റ്റിക് കേബിളാണെന്ന് നമ്മൾ ഈ സ്ലൈഡിനകത്ത് കണ്ടു. ഇതാണ് അതിൻ്റെ ഒരു ചാർട്ട്. ഇനി രണ്ടാമത്തെ IEEE സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 802.4 അഥവാ ടോക്കൺ ബസ് എന്ന് പറയുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ IEEEയുടെ
802.4 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ടോക്കൺ ബസ് നെറ്റ്വർക്ക് എന്ന് പറയാം. ടോക്കൺ ബസ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഇൻ ബസ് നെറ്റ്വർക്ക്. ഒരു ബസ് നെറ്റ്വർക്കിനകത്ത് ഒരു ടോക്കൺ ബസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് ഈ ടോക്കൺ ബസ് നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നത്. എന്താണ് ടോക്കൺ ബസ് പ്രോട്ടോകോൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ആഫ്റ്റർ ദ നെറ്റ്വർക്ക് ഈസ് ഇനിഷ്യലൈസ്ഡ് ദ നോഡ്സ് ഫോം എ ലോജിക്കൽ റിംഗ് ഫ്രം ലോവസ്റ്റ് നമ്പർ ടു ഹയസ്റ്റ് നമ്പർ. ഈ സെറ്റപ്പിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഡയഗ്രം കണ്ടോ, അതെല്ലാം കമ്പ്യൂട്ടേഴ്സ് ആണെന്ന് എടുക്കുക, ഈ സ്മോൾ സ്ക്വയേഴ്സ്. ഓക്കെ, ഇത് ഒരു കേബിളിലേക്ക് കണക്റ്റഡ് ആയിരിക്കുക, ഒരു ബസ് കേബിളിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ഇതിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ലോജിക്കൽ റിംഗ് എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്ക് ഇനിഷ്യലൈസ് ആകുമ്പോഴത്തേന് ഏതെല്ലാം കമ്പ്യൂട്ടേഴ്സ് ആണോ ഉള്ളത് ആ കമ്പ്യൂട്ടേഴ്സിനെ എല്ലാം ചേർത്തുകൊണ്ട് ഇത് ഒരു ലോജിക്കൽ റിംഗ് ഫോം ചെയ്യും. ലോജിക്കൽ റിംഗിൽ ഓരോ കമ്പ്യൂട്ടറിനും ഈ ലോജിക്കൽ വാല്യൂ നമ്പർ കാണും, ലോവസ്റ്റ് വാല്യൂ തൊട്ട് ഹയസ്റ്റ് നമ്പർ വരെ. അപ്പോൾ ഈ ഓരോ നമ്പറിന് വളരെ പ്രസക്തിയുണ്ട്. ഈ ലോജിക്കൽ റിംഗിൽ കിട്ടിയിരിക്കുന്ന നമ്പറിന് ഒരു പ്രസക്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എ സ്പെഷ്യൽ പാക്കറ്റ് കോൾഡ് എ ടോക്കൺ, ഒരു സ്മോൾ ഫ്രെയിം അഥവാ സ്മോൾ പാക്കറ്റ് കോൾഡ് ടോക്കൺ പാസസ് ഫ്രം വൺ നോഡ് ടു അനദർ. ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് നമുക്ക് ടോക്കൺ പാസ് ചെയ്യാൻ ഒക്കും. ഓക്കെ, പക്ഷേ ഈ ലോജിക്കൽ റിങ്ങിനകത്ത് ആ നമ്പറിൻ്റെ ഓർഡർ അനുസരിച്ച് ലോവസ്റ്റ് നമ്പർ ടു ഹയസ്റ്റ് നമ്പർ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഹയസ്റ്റ് നമ്പറിലോ അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പറിനോ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ടോക്കൺ പാസിങ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറുടെ കയ്യിലിരിക്കുന്ന ടോക്കൺ അടുത്തതായിട്ട് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ബേസിസ് ആ നമ്പറിങ് ഓഫ് ലോജിക്കൽ റിംഗ് കമ്പോണൻസ് ആണ്. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ ഇതിനകത്ത് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്? എപ്പോഴും അത് റെഡിയായി ഉടനെ തന്നെ ഡാറ്റ അന്നേരം തന്നെ സെൻഡ് ചെയ്യാനൊന്നും ഒക്കത്തില്ല. പകരം എന്ത് വേണം? The possession of a token gives the station the right to access the channel and send its data. എപ്പോഴെങ്കിലും ഈ കാണിച്ചിരിക്കുന്ന ടോക്കൺ ബസ് നെറ്റ്വർക്കിൽ ഈ ലോജിക്കൽ റിംഗിൽ അകപ്പെടുന്ന ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന് ഡാറ്റ അയക്കാൻ റെഡി ആകുമ്പോൾ അത് ഈ പറയുന്ന ചാനലിനെ അക്വയർ ചെയ്ത് അതിൻ്റെ ആ ചാനലിനകത്തുള്ള ടോക്കണിനെ അക്വയർ ചെയ്യുന്നു. ഒരു ടോക്കൺ ഇങ്ങനെ നിരന്തരം ജനറേറ്റ് ചെയ്ത് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നെറ്റ്വർക്ക് ഇനിഷ്യലൈസ് ആകുമ്പോഴത്തേന് ടോക്കൺ ജനറേറ്റഡ് ആവും. ആരാണോ റെഡി ആകുന്നത് അയാൾ ആദ്യം ആ ടോക്കൺ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, ആ ടോക്കൺ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്ക് ഡാറ്റ അയക്കാനുള്ള പെർമിഷൻ, ബാക്കി ആർക്കും അയക്കാനുള്ള പെർമിഷൻ ഇല്ല. ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കണം. ഈവൻ ദോ ദേ ആർ റെഡി വിത്ത് ഡാറ്റ, who ever or which station ever has the token has the permission to send data. When a station has some data to send, it waits until it reaches the token from its predecessor. ഇപ്പോൾ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അയാളുടെ കയ്യിലാണ് ടോക്കൺ എങ്കിൽ തൊട്ടടുത്ത ആൾ റെഡി ആയെങ്കിൽ അയാൾക്ക് ഡാറ്റ അയക്കാൻ ഒക്കത്തില്ല. കാരണം ടോക്കൺ കിട്ടിയിട്ടില്ല, മറ്റേയാൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേയാൾ അയച്ചു കഴിഞ്ഞിട്ട് ഈ ടോക്കൺ എപ്പോഴാണോ ഈ റെഡിയായ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടറിന് കിട്ടുന്നോ ആ കമ്പ്യൂട്ടർ അന്നേരമേ ഡാറ്റ അയക്കാൻ ഒക്കെയുള്ളൂ. ഇറ്റ് ദെൻ ഹോൾഡ്സ് ദ ടോക്കൺ ആൻഡ് സെൻഡ്സ് ഇറ്റ്സ് ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യും? അത് ആ ടോക്കൺ ഹോൾഡ് ചെയ്തിട്ട് ടോക്കൺ ഹോൾഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഡാറ്റ അയക്കാൻ ഒക്കൂ. ആഫ്റ്റർ ദാറ്റ് ദ ടോക്കൺ ഈസ് റിലീസ്ഡ് ആൻഡ് പാസ്ഡ്. പിന്നെ എന്ത് സംഭവിക്കും? ഡാറ്റ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ടോക്കൺ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ ടോക്കൺ എന്ന് പറയുന്ന ഷോർട്ട് ഫ്രെയിം ഈ പറയുന്ന കമ്പ്യൂട്ടർ റിലീസ് ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് റെഡിയാവുന്ന ഈ ലോജിക്കൽ റിങ്ങിലുള്ള ഏത് കമ്പ്യൂട്ടറാണോ അത് ഈ ടോക്കൺ കൈവശം വെക്കും, അല്ലെങ്കിൽ അത് ഗ്രാസ്പ് ചെയ്യും. ഇഫ് എ നോഡ് ഡസൻറ്റ് ഹാവ് എനിത്തിങ് ടു സെൻഡ് ദ ടോക്കൺ ഈസ് പാസ് ടു ദ നെക്സ്റ്റ് നോഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടോക്കൺ ഇങ്ങനെ പാസ് ചെയ്യുക. ഒരു നോഡിന് ഒന്നും അയക്കാനില്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പാസ് ചെയ്യണമെന്നാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ടോക്കണിൻ്റെ ടേൺ വെച്ച് പോകുമ്പോഴത്തേന് കൊളീഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ടോക്കൺ ബസ് നെറ്റ്വർക്കിനകത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാന വസ്തുത. ഇനി അടുത്തത് IEEE 802.5 ടോക്കൺ റിംഗ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ് അടുത്ത 802.5 സ്റ്റാൻഡേർഡ് പറയുന്നത്. ഇതൊരു റിംഗ് ആണ്. ടോക്കൺ റിംഗ് ഈസ് ഫോംഡ് ബൈ ദ നോഡ്സ് കണക്റ്റഡ് ഇൻ എ റിംഗ് ഫോർമാറ്റ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. അപ്പോൾ ടോക്കൺ റിംഗ് സാധാരണ രീതിയിൽ ഒരു റിംഗ് ടൈപ്പ് ഒരു നെറ്റ്വർക്കിനകത്താണ് ഈ ടോക്കൺസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഈ ഡയഗ്രത്തിനകത്ത് ഒരു 5 കമ്പ്യൂട്ടറും ടോക്കൺ പാസിങ്ങും കാണിച്ചു. ടോക്കൺ ഇങ്ങനെ വലം ചുറ്റുകയാണ്. എങ്ങനെയാണ് ടോക്കൺ കിട്ടുന്നത്? പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ടോക്കൺ ഈസ് സർക്കുലേറ്റിംഗ് ഇൻ ദ റിംഗ് ആൻഡ് വിച്ച് എവർ node grabs the token will have the right to
ട്രാൻസ്മിറ്റ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ബസ് ടോപ്പോളജി നെറ്റ്വർക്കാണ്. ഇതാണെങ്കിൽ യഥാർത്ഥ റിങ് തന്നെയാണ്. ആ റിങ്ങിന് ഒരു റിങ് ഫാഷനിൽ തന്നെ ടോക്കൺ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ആർക്കെങ്കിലും ഡാറ്റ അയക്കേണ്ടതായിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ ഈ ടോക്കൺ അങ്ങ് റിലീസ് ചെയ്യും. ആ ടോക്കൺ അടുത്ത കമ്പ്യൂട്ടറിൽ എത്തും. അയാൾ ഇത് ഗ്രാസ്പ് ചെയ്ത് വെക്കണമെങ്കിൽ അയാൾക്ക് ഡാറ്റ അയക്കാൻ വല്ലതും ഉണ്ടെങ്കിലേ അയക്കൂ. ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്കൺ അങ്ങ് അടുത്ത ആൾക്ക് സെൻഡ് ചെയ്യും. ഇങ്ങനെ എ ടോക്കൺ ഈസ് സർക്കുലേറ്റിംഗ് ഇൻ ദ റിംഗ് ആൻഡ് വിച്ച് എവർ നോഡ് ഗ്രാബ്സ് ദ ടോക്കൺ വിൽ ഹാവ് ദ റൈറ്റ് ടു സെൻഡ്. ഇങ്ങനെ പിന്നെ സർക്കുലർ പാത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഷോർട്ട് ടോക്കണിനെ ആരാണോ അക്വയർ ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ ഡാറ്റ അയക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അങ്ങനെ തിക്കും തിരക്കും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബിക്കോസ് ദർ ഈസ് ഓൺലി വൺ ടോക്കൺ ദർ ക്യാൻ ബി അറ്റ്മോസ്റ്റ് വൺ ട്രാൻസ്മിഷൻ അറ്റ് എ ടൈം. അപ്പോൾ ഒരു ടോക്കൺ അല്ലേ ഉള്ളൂ. ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് ആ കമ്പ്യൂട്ടറിന് മാത്രമേ ഡാറ്റ അയക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ബാക്കി ആർക്കും അയക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് ഈ പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. Since the token rotates in the ring, it is guaranteed that every node gets the token within a specified time. ഇത് സാധാരണ രീതിയിൽ ഇത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടോക്കൺ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ആ നെറ്റ്വർക്കിലൂടെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന വഴിയിലാണ് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ റെഡി ആവുന്നത് വിത്ത് ഡാറ്റ. അന്നേരമാണ് ആ കമ്പ്യൂട്ടർ ഈ ടോക്കണിനെ ഗ്രാസ്പ് ചെയ്തിട്ട് ഡാറ്റ അയക്കുന്നത്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ കണക്ക് ടോക്കൺ അയച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അത് ഗ്യാരണ്ടി ചെയ്യും. ഇത്രേ ഉള്ളൂ.